സംവിധാനം ഏർപ്പെടുത്താമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ലൈംഗിക അതിക്രമ പരാതികളിൽ സംവിധായകൻ രഞ്ജിത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് രഞ്ജിത്ത് ഹാജരായത്. വിശദാംശങ്ങളുമായി എബി ചേരുന്നു. എബി, ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിരിക്കുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? 11:10 കൂടിയാണ് രഞ്ജിത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയത്. എന്നാൽ അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടി തന്നെയുള്ള പ്രതികരണം നൽകിക്കൊണ്ടായിരുന്നു ഈ ചോദ്യം ചെയ്യൽ വേണ്ടി ഹാജരാകാൻ വേണ്ടി പോയത്. വിളിപ്പിച്ചിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ ഉള്ള അത്രമാത്രം ലാഘവത്തോടുകൂടി കാണേണ്ടതല്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ബംഗാളി നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഉള്ളത് പീഡന പരാതിയല്ല, മറിച്ച് ലൈംഗിക അതിക്രമ പരാതി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന ഘട്ടത്തിലും കോടതിയും പറഞ്ഞത് ആ നിലയ്ക്ക് തന്നെ ഉള്ളതായിരുന്നു. അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ എന്നാൽ പോലും ഈ ഒരു വിഷയം എത്രമാത്രം ലാഘവത്തോടുകൂടി കാണേണ്ടതല്ല എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹം ചോദ്യം ചെയ്യലിന് രാവിലെ തന്നെ എത്തി. 11:10 കൂടിയാണ് ചോദ്യം ചെയ്യലിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായി. വിശദാംശങ്ങളാണ് എബി നൽകിയത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. 90-അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. ഒക്ടോബർ 5-ന് വോട്ടെടുപ്പും ഒക്ടോബർ 8-ന് വോട്ടെണ്ണലും നടക്കും. പ്രധാന മുന്നണികളെ സ്ഥാനാർത്ഥികളെല്ലാം ഇതിനോടകം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ നേതൃത്വത്തിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക കോൺക്ലേവുകൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം HRPM ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല നിർവഹിച്ചു. HRPM ചെയർമാനും മുൻ കേരള ഹൈക്കോടതി ജഡ്ജിയുമായിരുന്ന ജസ്റ്റിസ് MR ഹരിഹരൻ നായർ മുഖ്യാതിഥിയായി.